ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ജിഷിനോട് അനു കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനു പറയുന്ന കാര്യം അപ്പാനെയും ബിൻസിയും പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്കറിയാം ഇവിടുന്ന് അകത്തോട്ട് കയറി നല്ല പ്ലാനിങ്ങോടെയാണ് ബിൻസിയും ഷൈത്തിയും ഈ പറഞ്ഞിട്ടുള്ള ഇവരൊക്കെ നല്ല പ്ലാനിങ്ങിൽ വെള്ളപൂശി അങ്ങ് വെളുപ്പിക്കുക എന്നുള്ള രീതിയിൽ സ്വയമേ അങ്ങ് വെളുപ്പിക്കുക എന്നുള്ള രീതിയിലാണ് കയറിപ്പോയിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും നടന്നില്ല. വൈറ്റ് വാഷ് അടിച്ചതുപോലെ അതേപോലെ തന്നെ തിരിച്ചിറങ്ങി വരുന്ന മട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവർ അകത്ത് ചെന്നിട്ട് ബിൻസിയെ വെളുപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ബിൻസി ശ്രമിക്കുന്നു. ശൈത്യയെ വെളുപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ശൈത്യയും ശ്രമിക്കുന്നു. ബിൻസിയുടെ കാര്യം നമുക്കറിയാലോ, അപ്പാനിയായിട്ടുള്ള വിഷയം. ആ വിഷയം എങ്ങനെയെങ്കിലും വെളുപ്പിച്ചങ്ങോട്ട് എടുക്കണം. അതങ്ങനെ അല്ലായിരുന്നു, അവർ തമ്മിൽ ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ വരുത്തി തീർക്കണം. പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ മണ്ടന്മാരല്ലല്ലോ. അതുപോലെ കട്ടപ്പ എന്നുള്ളൊരു പേര് അവിടെ കളഞ്ഞിട്ട് വരാനുള്ള പരിപാടിക്കാണ് ശൈത്യയും ഇരിക്കുന്നത്. കട്ടപ്പ അല്ല, അനുവാണ് കട്ടപ്പ എന്ന് ജനങ്ങളെ മുമ്പിലേക്ക് തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും കാണിക്കണം. അത് ശൈത്യക്ക് കിട്ടിയ പേര് അനുവിന് കൊടുത്തിട്ട് വരാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശൈത്യം കയറിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഇവർ രണ്ടും നല്ല രീതിയിൽ വെൽ പ്ലാൻഡ് ആയിട്ടാണ് അകത്തോട്ട് കയറിപ്പോയിട്ടുള്ളത്. അപ്പം ഇവർ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾ മറന്നു കഴിഞ്ഞൊരു സംഭവമാണ് അല്ലേ. ഇത് മറന്നു കഴിഞ്ഞൊരു സംഭവം വീണ്ടും കുത്തിപ്പൊക്കിയത് ഇവർ തന്നെയാണ്. അത് ഇവർക്ക് തന്നെ അടിയായിട്ട് ഇത് വരും. കാരണം ഈ ഒരു ലാസ്റ്റ് സാധാരണ ബിഗ് ബോസിൻ്റെ ഒരു ലാസ്റ്റ് വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിനാലെ വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കയറിപ്പോയി സന്തോഷമായിട്ട് എല്ലാവരും അവിടെ 2-4 ദിവസം കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ കാണിച്ച് നല്ലൊരു സന്തോഷത്തോടു കൂടി പിരിഞ്ഞു വരും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ ഓൾറെഡി പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കും. പക്ഷേ ഇവരെന്താണ് ചെയ്തത്? ഇത് 10ാമത്തെ ദിവസവും അല്ലെങ്കിൽ 2ാമത്തെ ആഴ്ചയും 3ാമത്തെ ആഴ്ചയൊക്കെ സംഭവിച്ച കാര്യങ്ങൾ ഫിനാലെ വീക്കിൽ കൊണ്ടെടുത്തിട്ടിട്ട് വീണ്ടും അവർക്ക് തന്നെ അവർ നെഗറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഈ ഒരു വിഷയം അപ്പാനിയുടെയും അതുപോലെ ബിൻസിയും തമ്മിലുള്ള വിഷയവും ബന്ധപ്പെട്ട് ബിൻസി അവിടെ അനുവിൻ്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന, വഴക്കുണ്ടാക്കുന്ന കണ്ടയാണ്. പക്ഷെ ഇതെല്ലാം അനു മനസ്സിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അനു നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കിട്ടില്ലമായിട്ടാണ് മറുപടി പറയുന്നത്. പക്ഷെ ഇവിടെ അനുവിൻ്റെ ഭാഗത്ത് അനുവിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് ന്യായീകരിക്കുന്നില്ല. അനുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അവിടെ ഉള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പലരും പറ്റി പല രീതിയിൽ അവിടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിട്ട് അത് മറ്റുള്ളവരെ തലയിലോട്ട് വെച്ച് കൊടുക്കുന്നൊരു ഒരു പ്രവണതയുണ്ടല്ലോ, അത് മറ്റുള്ള ഈ കണ്ടസ്റ്റൻസിൻ്റെ അടുത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. അനുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അനുവിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും തെറ്റായി പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പുള്ളിക്കാരി അത് ക്ഷമ പറഞ്ഞ് സോറി പറഞ്ഞ് അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റുള്ള ആൾക്കാരെങ്ങനെയാണ്, ഈ ബിൻസി ആയിക്കോട്ടെ ശൈത്യ ആയിക്കോട്ടെ, ഇവരൊക്കെ അവർ ചെയ്ത തെറ്റുകൾ മറ്റുള്ള ആദില നൂറ, രണ്ടുപേരും പേര് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ വിട്ടുപോയി കേട്ടോ. ഇവർ 3, ശൈത്യ 4 എണ്ണമെങ്കിലും പറയാം, 4ഉം വിഷം തന്നെയാണ്. ആദില നൂറ. അപ്പം ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇവർ ചെയ്യുന്ന തെറ്റുകൾ മറ്റുള്ളവരുടെ തലയിലേക്ക് അടിച്ചിടുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത്. ഇന്നലെയും ഈ ഒരു സംഭവം ബിൻസി അപ്പാനിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അനുവിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എല്ലാവരും അവിടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഈ ആദില, നൂറ, ഷാനവാസിന് ഇവിടെ സംസാരിക്കാം. പക്ഷേ ഷാനവാസ് ചിലപ്പം ചിലപ്പം ഫിനാലെ വീക്കല്ലേ, ചിലപ്പം വോട്ട് കുറയുമോ അതൊരു നെഗറ്റീവ് ആവുമോ എന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പം സംസാരിക്കാതിരിക്കുന്നത്. പക്ഷേ നട്ടല് വേണം, ഉള്ള കാര്യം പറയാമല്ലോ. അവിടെ ഈ ഷാനവാസിൻ്റെ അടുത്താണ് നമ്മൾ ആ വീഡിയോ കണ്ടു കാണും. ഇപ്പം കടന്ന് കറങ്ങുന്നുണ്ട്, യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ. ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? മാന്യമായിട്ട് അവിടെ പോയി നിന്നിട്ട് 2-3 ദിവസം ഹാപ്പിയായിട്ട് നിന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഇറങ്ങി വരാനുള്ളതിന് പേഴ്സണൽ ഗ്രേജ് വെച്ച് കയറി പോയിട്ടല്ലേ ഇതൊക്കെ വീണ്ടും കുത്തിപ്പൊങ്ങിയത്. അതുകൊണ്ടല്ലേ ഇതൊക്കെ അറിയാത്ത പല ആൾക്കാരും ഇതൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് ശൈത്യയും അതുപോലെ ആദിലയും നൂറയും ഈ 3 വേഷങ്ങളാണ് അവിടെ ഇരുന്ന് അപ്പാനിയെ പറ്റിയിട്ടും ബിൻസിയെ പറ്റിയിട്ടും പറഞ്ഞുണ്ടാക്കുന്നത്. ഇവരെ ഈ സംഭവം പുറത്ത് ഓടും, നെഗറ്റീവായിട്ട് കിടന്ന് ഓടും എന്ന് പറഞ്ഞ് അവിടുന്ന് അടിച്ചിറക്കുന്നത് അല്ലേ. ഷാനവാസാണ് അവിടെ ഇരിക്കുന്നത്. ഷാനവാസിൻ്റെ അടുത്ത് ഇപ്പോൾ ഷാനവാസ് എന്തോ കാര്യം എന്ന് വരക്കുമ്പോഴത്തേക്കാണ് ഈ ആദിലയും നൂറയും ശൈത്യയും ഇവരും കൂടെ ചേർന്നിട്ട് ബിൻസിയുടെ കാര്യം അവിടെ എടുത്തിരുന്നത്. ഇത് പുറത്തിറങ്ങി കഴിയുമ്പോൾ ബിൻസിക്ക് കാണാം കേട്ടോ ആരാണ് ഈ ഒരു സംഭവം അവിടെ എടുത്തിട്ടേന്ന്. ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു സാധനം എടുത്തിട്ടത് ആരാണെന്ന് ജനങ്ങൾക്ക് ഓൾറെഡി ഇത് ജനങ്ങൾ കണ്ടയാണ്. പിന്നെ ഈ ഒരു വിഷയം അവിടെ സംസാരിച്ച് തുടങ്ങിയത്, അവിടെ ഒരു ഈ പറഞ്ഞൊരു വൈറലാക്കിയത് ഇവർ ഇത്രയും പേരും കൂടെ ചേർന്നിട്ടാണ്. തൊട്ടപ്പുറത്ത് അനു നിൽക്കുന്നുണ്ട്, പുള്ളിക്കാരി ഒന്നും മിണ്ടുന്നില്ല. നേരെ ഈ സംഭവം ഇന്നലെ ബിൻസി ചോദിക്കുന്ന സമയത്ത് അവിടെ ഒറ്റ ഒരെണ്ണം മിണ്ടിയില്ല.
ഒറ്റ ഒരെണ്ണം മിണ്ടിയില്ല. പക്ഷേ ഇവിടെ അനുവിന് അവിടെ ചോദിക്കായിരുന്നു, അനുവിന് അവിടെ പറയായിരുന്നു. പക്ഷേ പുള്ളിക്കാരിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ഒരു ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം കൂടെ നിന്നിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് വേണമെങ്കിൽ അനുവിന് ഇന്നലെ പറയായിരുന്നു, ഞാൻ നിൽക്കാൻ നേരത്ത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇത് പറഞ്ഞതെന്ന് പറയായിരുന്നു. പക്ഷേ പുള്ളിക്കാരി അത് പറഞ്ഞില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇത് ജിഷനോട് ഇന്ന് ലൈവിൽ പറയുന്നുണ്ട്, ജിഷിനോട് പറയുന്നുണ്ട്. കാരണം ജിഷിനും അനുവൊക്കെ തമ്മിൽ പുറത്തൊക്കെ നല്ല ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ ഓൾറെഡി ജിഷനും അനുവിനാണ് സപ്പോർട്ട്. അപ്പം ജിഷിനോട് ഇന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ബിൻസി ചോദിക്കുന്ന സമയത്ത് ഈ ഒറ്റ ഒരെണ്ണം മിണ്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ആദിലയുടെയും നൂറയുടെയും പേര് പറയുന്നുണ്ട്. ഈ രണ്ട് വ്യക്തികളും മിണ്ടാതെ അവിടെ ഇരുന്നതാണ്. ഓൾറെഡി നമുക്കറിയാം. കാരണം അനു പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആദിലയുടെയും നൂറയുടെയും ഒരു അവരെ എപ്പിസോഡ് അവരെ കാണിക്കുന്ന ഭാഗം മാത്രം ഒന്ന് എടുത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് വ്യക്തികൾ മാറിയിരുന്ന് കുറ്റം പറഞ്ഞിട്ടുള്ളത് അനുവിനെയാണെന്ന്. ഈ രണ്ട് വ്യക്തികൾക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും നിലപാടില്ല, ഒരു നിലപാടും ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പം തന്നെ പുറത്തുനിന്ന് ബിൻസി ആയിക്കോട്ടെ, ശൈത്യ ആയിക്കോട്ടെ, ഇവരൊക്കെ കയറി ചെന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ ബിന്നി കയറുന്നുണ്ട്. ബിന്നി ഇനി എന്തൊക്കെയാണ് അവിടെ ചെന്ന് ഇതിന് അടിച്ചിറക്കും നമുക്ക് ലൈവിൽ കണ്ടറിയാം. അപ്പം ഇവർ രണ്ടും പോയിരുന്ന് ആദിലയും നൂറയും അങ്ങ് ചാക്കിട്ട് പിടിക്കുവാണ്. എന്നിട്ട് ഇവർ പറയുന്നതെല്ലാം അവരങ്ങ് വിശ്വസിച്ച്, എന്നിട്ട് നേരെ ഈ ആദില അനുവിൻ്റെ അടുത്ത് തിരിഞ്ഞ് ഇവിടെ അനുവിനെ കള്ളിയാക്കുന്നത്. അതല്ലേ, അനുവിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നല്ല, അനുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കാര്യങ്ങൾ വളച്ചൊടിച്ച് സ്വന്തം തെറ്റുകൾ മറ്റുള്ളവരുടെ തലയിൽ അടിച്ചു വെക്കുന്ന ഇതുപോലുള്ള ശൈത്യ, ബിൻസി, ഈ പറഞ്ഞിട്ടുള്ള ആദില, നൂറ, ഇവരാരും ചെയ്തിട്ടുള്ള അത്രയും വലിയ തെറ്റൊന്നും അനു ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ ലൈവിൽ കണ്ടിട്ടില്ല. അപ്പം ഇത്രയും അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് പോലും ഈ പറഞ്ഞിട്ടുള്ള ഒറ്റ ഒരെണ്ണം അവിടെ പ്രതികരിച്ചില്ല അല്ലേ. ഇവിടെ അനു അപ്പാനെ എടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ബിൻസിയുടെ കാര്യത്തിൽ, അവരുടെ കാര്യത്തിൽ എനിക്ക് ആകെ ഒരു തെറ്റ് പറ്റിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിൻസി എവിക്റ്റായി പോയതിനു ശേഷം കിച്ചണിൽ വെച്ചിട്ട് അപ്പാനെ എടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ കാരണമാണ്, എന്തോ ഒരു സംസാരം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കാരണമാണ് ബിൻസി പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പായുടെ കാലിൽ വീണ് സോറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതും ജിഷൻ പറയുന്നുണ്ട്, ശരിയാണ്, അത് നീ സോറിയും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതാണ്. പിന്നെ അവിടെ ഇരുന്ന് ഈ അനുവാണ് ബിൻസിയുടെയും അപ്പാനയുടെയും കാര്യം അവിടെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. അനുവാണ് സംസാരിച്ചെന്നുള്ള കാര്യം അനു വ്യക്തമായിട്ട് ജിഷിനടുത്ത് പറയുന്നുണ്ട്. ഈ സംഭവങ്ങൾ ഇവരെല്ലാം കൂടെയാണ് സംസാരിച്ചതും. എന്നിട്ട് അവിടെ ഇരുന്ന് ഈ ബിൻസി എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട സമയത്ത്, എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഇവരാരും ഒറ്റ ഒരെണ്ണം പോലും അവിടെ മിണ്ടാതെ തല കുനിച്ച് ഇരുന്ന് ഇല്ല, കഴിവന്മാരെ പോലെ ഈ ആദില ഉൾപ്പെടെ അവിടെ അനു ജിഷിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈവിനകത്ത് പറയുന്നുണ്ട്. ശരിയാണ്, ഇത് ബിൻസിയുടെ ആയിക്കോട്ടെ, ശൈത്യയുടെ ആയിക്കോട്ടെ, ഇവർ രണ്ടും പിന്നെ ഇവർ വെളുപ്പിക്കാൻ കയറി പോയതാണ്. ഇവർക്ക് ഓൾറെഡി അറിയാം, ഇവർ ഇറങ്ങി വന്ന് ഇവരെ ലൈവും കാര്യങ്ങളെല്ലാം നല്ലപോലെ ഇവർ കണ്ടിട്ടുണ്ട്. കാരണം ഇവർക്ക് ഇനി വെളുപ്പിച്ചെടുത്തേ പറ്റൂ. കാരണം ഈ നെഗറ്റീവ് മാറണമെങ്കിൽ അകത്ത് ചെന്ന് വെളുപ്പിച്ചെടുക്കാന്നുള്ള രീതിയിലാണ് ഇവർ കയറി പോയിരിക്കുന്നത്. പക്ഷേ അതൊട്ട് നടന്നതുമില്ല, അതിനുള്ളൊരു ഇത് ചാൻസ് കൊടുത്തിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട്, ബിൻസിയുടെ അപ്പാനയുടെയും ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ആരാണ് ഇത് അവിടെ നിന്ന് പുറത്തോട്ട് ജനങ്ങളിലേക്ക് വിട്ടത്, അതുപോലെ അനുവാണോ അതോ അവിടെ ഇരിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ബിൻസിയുടെ അപ്പാനയുടെ ഈ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അതാരാണ്, അനുവാണോ വെളിയിലേക്ക് വിട്ടത്, അതോ ജനങ്ങൾ കണ്ടാണോ വിലയിരുത്തിയത്, അതോ ഈ പറഞ്ഞതുപോലെ ഈ ശൈത്യയും ഈ പറഞ്ഞിട്ടുള്ള ഈ ആദിലയും നൂറയും ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണോ ഈ ഒരു സംസാരം ആദ്യം അവിടെ പടച്ചു വിട്ടതെന്നെല്ലാം നിങ്ങൾ ഉറപ്പായിട്ട് ലൈവ് എല്ലാവരും കാണുന്നുണ്ടല്ലോ, ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം സീ യു.